മാപ്പിംഗ് തുടങ്ങി. നമുക്ക് അത് അതിൽ കാണാൻ പറ്റുമോ ഒരു ലേഔട്ട് എഡ്ജൊക്കെ എടുക്കുന്നത് കാണാൻ പറ്റും. അത് ഓണായിരിക്കണം, അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാം. അത് ഗെയിമിങ്ങിനായത് അങ്ങനെ ആയിരിക്കാം. കംപ്ലീറ്റ് അല്ല കളർ ആകുമ്പോഴാണ് കംപ്ലീറ്റ് ആവും. ഇത് നമ്മൾ ജസ്റ്റ് ഓടട്ടെ, അതിൻ്റെ എഫിഷ്യൻസി മനസ്സിലാവും. വെബ്സൈറ്റ് എടുത്ത് പോകാൻ ഞാനത് നോക്കിയതാണ്. അതിനകത്തുള്ള സാധനങ്ങളാണ്. ഒരു കൂപ്പൺ കോഡുണ്ട്, ഞാൻ അയച്ചേക്കാം. അത് ആഴ്ചയിൽ ഡിസ്കൗണ്ട് ഉണ്ട്. 2 വർഷത്തിന് ഗിഫ്റ്റാണ് വരുന്നത്. ആണെന്ന് ചോദിച്ചാൽ കറക്റ്റ് പ്രോപ്പർലി മാറിക്കൊണ്ടാവും. അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ ഞാൻ അയച്ചേക്കാം. ക്ലോസ് ആവുമ്പോൾ നോർമലി വരും. വന്നിട്ടില്ല എന്ന് ഒന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ആക്ടിവേറ്റ് ചെയ്ത് വർക്കാണെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഓഫീസിനോട് 48 മണിക്കൂറാണ് അതിൻ്റെ വാലിഡിറ്റി. അപ്പോൾ അത് നോക്കുക. പിന്നെ ഒരു എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ട്. സൂക്ഷിക്കുന്നു എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ എടുക്കില്ല. നിങ്ങളപ്പോൾ യൂസാണ് നല്ല യൂസാണെന്നുണ്ടെങ്കിൽ എടുക്കില്ല. അത് എമൗണ്ട് കൂടുതലാണ്. 4 രൂപ 5 രൂപ ഇതിൻ്റെ ഇടയിലേക്ക് കയറിയെന്ന് പറയാം. നിർത്തണേ നിർത്താൻ പറയണം. ഇതിൻ്റെ ഇടയിലേക്ക് കയറി അത് നിർത്തിയാൽ മതി. നിർത്തിക്കോ, അത് നിർത്തിക്കോ. ഇതെല്ലാം മാറ്റണമായിരുന്നു നമ്മൾ. ഇതിനെ അത് അതിൻ്റെ സ്ഥലത്ത് തന്നെ വരും. എൻ്റെ നമ്മൾ ഒന്നും പിന്നീട് അനക്കാനോ മാറ്റാനോ പാടില്ല എന്നല്ലേ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതൊന്നും ചെയ്യാതിരുന്നത്. മാപ്പിംഗ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സാമ്പിൾ വന്നാൽ കുഴപ്പമില്ല. മാപ്പിംഗ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് അങ്ങ് പൊക്കോളൂ. ഇതിപ്പോ ഇവിടുന്ന് ഒരു ചെറിയ പേപ്പർ സ്ലിപ്പ് ഒക്കെ അതിനകത്ത് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എടുത്ത് മാറ്റിയാൽ മതി. ഇടയ്ക്ക് നിൽക്കുകയല്ലോ. അങ്ങനെ എന്തെങ്കിലും ഇടയ്ക്ക് നമ്മൾ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ക്ലോസ് ആവും.